ഹായ്, ആദ്യം ഞാനൊരു വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. പ്രൊഡ്യൂസറായ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഒരുപാട് താരനിരകൾ അവിടെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ജോഡികളായിരുന്ന ദിലീപും മഞ്ജു വാര്യറും ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വേർപിരിഞ്ഞതിന് ശേഷം, ഡിവോഴ്സ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഒന്നിച്ചു കൂടുന്നത്. അത് തന്നെ ഭയങ്കര ഒരു വിശേഷപ്പെട്ട ഒരു വാർത്തയും വിവരണമൊക്കെ എന്നൊക്കെ ഉണ്ടായിരുന്നു ആ ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ ദിവസമൊക്കെ. ഒരുപാട് പേര് അതിനെ എടുത്ത് വെച്ച് വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മുന്നേ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിന് നമ്മുടെ മഞ്ജു വാര്യർ ഷേക്കൻഡ് കൊടുക്കുന്ന ഒരു വീഡിയോ. ദിലീപ് വന്ന് കയറുമ്പോൾ മഞ്ജു മുമ്പ് ഉണ്ടായിരുന്നു, മഞ്ജുവാണ് ഷേക്കൻഡ് കൊടുത്ത് കയറ്റുന്നത്. എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു കേസിൽ അകത്തായപ്പോൾ ഒരുപാട് പേര് അതിനെ ന്യായം വിധിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെ ഭാഗത്ത് തെറ്റ് അതൊന്നും അന്നത്തെ കാലത്ത് അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒന്നടങ്കം തന്നെ പറഞ്ഞു ദിലീപാണ് കുറ്റക്കാരൻ എന്നുള്ളത്. പക്ഷേ അത് തെളിയിക്കാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. അത് തെളിയിക്കാത്തിടത്തോളം കാലം അയാളെ കുറ്റക്കാരനെന്ന് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഫ്ലോപ്പായിരുന്നു. ഒന്നും സൂപ്പർ ഹിറ്റ് എന്ന് പറയാനോ അല്ലെങ്കിൽ തിയേറ്ററിൽ വിജയിച്ചെന്ന് പറയാനോ ഒന്നും ഒരു തരത്തിലും ഒരു പടവും വിജയിച്ചിട്ടില്ല. അതെല്ലാം പ്രൊഡ്യൂസറിൻ്റെയൊക്കെ നഷ്ടചിത്രങ്ങൾ തന്നെയായിരുന്നു. ഇതുവരെ ആയിട്ടും അതിൽ മിക്ക പടങ്ങളും OTT പോലും റിലീസായിട്ടില്ല എന്നുള്ളതാണ് അതിലും വേറൊരു വിശേഷം. വേർപിരിയലിന് ശേഷം മഞ്ജു സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മഞ്ജുവിന് വെച്ചടി കയറ്റമായിരുന്നു. ഓരോ പടങ്ങളും മികച്ച രീതിയിൽ അവരുടെ വിജയപ്പടികൾ മുന്നേറിയാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസവും അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊക്കെയും ആൾക്കാർ പറയുന്നുണ്ട്. കാരണം മഞ്ജുവിനെ തകർക്കാനായിട്ട് ദിലീപ് ശ്രമിച്ചു. പക്ഷേ മഞ്ജുവിനെ തകർക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. മഞ്ജുവിൻ്റെ കോൺഫിഡൻസ് കൊണ്ടാണ് മഞ്ജു ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ആ ഒരു ഷേക്കൻഡ് കൊടുക്കുന്നതും ആ ഒരു തരത്തിലാണ് ആൾക്കാർ പറയുന്നത്. കാരണം മഞ്ജുവിനൊന്നും ഭയപ്പെടാനില്ല. താനെല്ലാം തിരികെ പിടിക്കുകയും തൻ്റെ അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് താൻ ഇന്ന് ആ നിലയിൽ നിൽക്കുന്നതും ആ ഒരു ഷേക്കൻഡ് കൊടുക്കുന്നത് പോലെ ആ ഒരു തരത്തിലാണ് പറയുന്നത്. വേറെ ചിലർ പറയുന്നത് ദിലീപിനെ ആർക്കും പിണക്കാനായിട്ട് സാധിക്കില്ല. ദിലീപിനെ പിണക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. ആർക്കും ആ ഇൻഡസ്ട്രിയിൽ തുടർന്ന് പോകാനായിട്ട് ദിലീപിനെ കൊണ്ട് അല്ലെങ്കിൽ ദിലീപ് അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള തരത്തിൽ കുറേ പേര് പറയുന്നുണ്ട്. വേറെ കുറച്ച് പേര് പറയുന്നതെന്ന് വെച്ചാൽ എന്തായാലും ഇനിയിപ്പോൾ മീനാക്ഷിയുടെ കല്യാണമൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം അവർ തമ്മിലുള്ളൊരു ശത്രുതയൊക്കെ മറന്ന് അവർ ഷേക്ക് കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ അതിലൊന്നും നമുക്ക് പറയേണ്ടതായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു പൊതുപരിപാടിയിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഡിവോഴ്സായി അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല. അവർ വേർപിരിഞ്ഞു കഴിഞ്ഞു. രണ്ടുപേരും രണ്ട് ജീവിതങ്ങൾ നയിക്കുന്നു. അവരവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴും മഞ്ജുവിൻ്റെ കുട്ടി എന്ന് പറയുന്ന മീനാക്ഷി ദിലീപിൻ്റെ ഒപ്പം തന്നെയാണ്, അച്ഛൻ്റെ ഒപ്പം തന്നെയാണ് വളരുന്നത്. അപ്പോൾ ഒരിക്കലും അവർ തമ്മിൽ മിണ്ടിക്കൂടായുകയില്ല. കാരണം മകളുടെ കാര്യം വരുമ്പോൾ എന്തായാലും ഒന്നിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു പൊതു ചടങ്ങാണ്. അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ നമ്മുടെ വൈരാഗ്യത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനപ്പുറം രീതിയിൽ ആളുകൾ തന്നെ അത് വളച്ചൊടിച്ചേനെ. മഞ്ജു എന്തൊരു അഹങ്കാരമാണ് കാണിക്കുന്നത്, അങ്ങനത്തെ തരത്തിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോയേനെ. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് ഷേക്കൻഡ് കൊടുത്താലും കുഴപ്പമാണ്, മിണ്ടാതിരുന്നാലും കുഴപ്പമാണ്. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ എന്തിനും കുറ്റം പറയാനേ ആൾക്കാരുണ്ടാവുകയുള്ളൂ. അവരവരുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ അവരവരുടെ ന്യായങ്ങളോ ഒന്നും ആരും മനസ്സിലാക്കുകയോ വിലയിരുത്തുകയോ ഒന്നും ചെയ്യത്തില്ല. രണ്ടുപേരും വേർപിരിഞ്ഞു, രണ്ടുപേരും രണ്ട് ജീവിതങ്ങൾ നയിക്കുന്നു. പക്ഷെ എന്ന് കരുതി അവരൊരിക്കലും ശത്രുതാപരമായോ അല്ലെങ്കിൽ ഇനി ഒരിക്കലും മിണ്ടിക്കൂടായുകയില്ലല്ലോ. വേർപിരിഞ്ഞിട്ടുള്ള എത്രയോ ജോഡികൾ, എത്രയോ
താരങ്ങൾ അല്ലെങ്കിൽ എത്രയോ സാധാരണ ആൾക്കാർ പിന്നെയും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും ഈ കാലത്ത് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും അതൊക്കെയും മുൻ ധാരണയോടെ ദിലീപാണ് കുറ്റക്കാരൻ, ദിലീപാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള തരത്തിലൊക്കെയും അത്രയധികം വാർത്തകളും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കേസ് വന്നപ്പോൾ മഞ്ജു തന്നെയാണ് ആദ്യമായിട്ട് ചുവടെടുത്ത് വെച്ചതും മഞ്ജു തന്നെയാണ്. എറണാകുളത്തെ ഒരു പൊതു പരിപാടിയിൽ അത് നടന്നപ്പോൾ മഞ്ജുവാണ് ഓഡിയൻസിനോട് ഭയങ്കരമായിട്ട് കാര്യമായി സംസാരിക്കുകയൊക്കെ ചെയ്ത ഈ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടണം എന്നുള്ള തരത്തിൽ. എന്നിട്ട് അതിനുശേഷം മഞ്ജു WCCയിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും മഞ്ജു പിന്മാറിയിട്ടുണ്ട്. ഒന്നിലും മഞ്ജു ഇല്ല ഇപ്പോൾ. അപ്പോൾ അതൊക്കെ തന്നെ മഞ്ജുവിന് ഓരോരോ മാറ്റങ്ങൾ മഞ്ജു തന്നെ തിരഞ്ഞെടുത്തതാവണം. മഞ്ജു എല്ലാത്തിനും ഒഴിഞ്ഞു നിന്നിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതം അവരാണ് നയിക്കേണ്ടത്. ആരും വന്ന് നമുക്ക് ഒന്നും ചെയ്തു തരില്ല. നമുക്കൊരു സഹായത്തിനെന്ന് പറയാൻ പോലും ആരും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം നാമാണ് നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് അവരുടെ വർക്കുകൾ വേണം, അവരുടെ ജോലി കാര്യങ്ങൾ കൃത്യമായി ചെയ്തെടുക്കണം. അതിനുവേണ്ടി അവർ പൂർവാധികം ശക്തിയോടെ അവർ വർക്കുകൾ ഏറ്റെടുത്തു. അത് മികച്ച രീതിയിൽ ചെയ്തു. അതിനുള്ള വിജയവും അതിനുള്ള എഫേർട്ടും അവരെടുത്ത് നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ സനൽകുമാർ ശശിധരൻ്റെ കേസ് ഇപ്പോൾ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ തോന്നിയത് അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ പറയുന്നത് എന്തൊക്കെയും കാര്യമുണ്ടെന്നൊക്കെ ഇടയ്ക്കും തോന്നാറുണ്ട്. കാരണം എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അത് മഞ്ജു ഇതുവരെയും തുറത്തും പറഞ്ഞിട്ടില്ല. എന്താണെന്നുള്ളത് മഞ്ജു ഇതുവരെയും തുറന്നു പറയാത്തിടത്തോളം കാലം അവർ തമ്മിൽ എന്താണ് പ്രശ്നമൊന്നും നമുക്കറിയില്ല. ഇവർ സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മൂവി ചെയ്തത് മഞ്ജുവിൻ്റെ അറിവോടെ തന്നെയാണല്ലോ പടം ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് മഞ്ജു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞിട്ടുണ്ടായി. കാരണം മഞ്ജു വാര്യർ തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ നോക്കിയിട്ടുള്ളത്. ഫ്രീ ആയിട്ടാണ് മഞ്ജു അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് അന്ന് മഞ്ജു സിനിമയിലോട്ട് വരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ ഡിവോഴ്സ് കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ വേദന കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അനുകമ്പ ആരെങ്കിലും കാണിക്കുമ്പോൾ നമ്മൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് അവരോട് തോന്നുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേരിലായിരിക്കും ഇദ്ദേഹം ഇങ്ങനെയും പറയുന്നത്. പിന്നെ അയാളെ പറയുന്ന എല്ലാ കാര്യത്തിലും വിശ്വാസം പുലർത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതില്ല താനും. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ മഞ്ജു ഒരിക്കലും പ്രതികരിക്കാറില്ല. മഞ്ജു സൈലൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒരു വേർപിരിയലിൻ്റെ സമയത്ത് എല്ലാം മഞ്ജു സൈലൻ്റ് ആയിരുന്നു. ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അത് തന്നെ അവരുടെ ഒരു വിജയത്തിന് പിന്നിലെ വലിയൊരു മുന്നൊരുക്കം എന്ന് പറയുന്നത് ഈ നിശബ്ദതയും ഈ സൈലൻറ്റും തന്നെയാണ്. അപ്പോൾ നമുക്ക് ആരെയും കുറ്റം വിധിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഷേക്കൻഡ് കൊടുത്തത് ഞാനൊരു നല്ല കാര്യമായിട്ടേ കരുതുന്നു. കാരണം നമ്മൾ ആ ലൈഫ് കഴിഞ്ഞു പോയി. ഇനി അടുത്ത് നമ്മൾ ചികഞ്ഞു നോക്കിയിട്ടോ അല്ലെങ്കിൽ അവരെ തമ്മിൽ തെറ്റിച്ചിട്ടോ അല്ലെങ്കിൽ വീണ്ടും അവരെ തമ്മിൽ പരസ്പരം പോരടിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. അവരുടെ ജീവിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട. അവർ രണ്ടുപേരെയും മകളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി അവർ എന്ത് കാര്യത്തിനും ഒത്തുചേരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കടന്ന് അയാൾ അത് ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് ചെയ്തതാണ് അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് വീഡിയോ ആണ് അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ, ഇത് യഥാർത്ഥ വീഡിയോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അവരവരുടെ ഇഷ്ടങ്ങളും അവരവരുടെ ജീവിതങ്ങളുമാണ്. അത് നമ്മൾ ആരും ഒന്നും പറയുകയോ ഒന്നും ചെയ്യുകയോ വേണ്ട. അവർക്കറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. അവർക്ക് രണ്ടുപേർക്കും അറിയാം. ആ രീതിയിൽ അവർ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദിലീപ് ഫാൻസുകാരും അല്ലെങ്കിൽ മഞ്ജുവിൻ്റെ ഫാൻസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം.